എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ റോബിൻ ഇന്ന് തൻ്റെ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്ത ചില വീഡിയോ ക്ലിപ്പുകളാണ് ഞാനിപ്പോൾ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. ഡോക്ടറെ ഡീഗ്രേഡ് ചെയ്യുന്നതിൽ ഏറ്റവും വലിയൊരു സംഭവമായിരുന്നു ഡോക്ടർ ക്ലോസറ്റിൽ ഛർദ്ദിക്കുന്ന ഒരു ഫോട്ടോയും അതിനോട് അനുബന്ധിച്ച് ആരവിൻ്റെ വിവാദങ്ങളും. അത് വളരെയേറെ വലിയൊരു വിഷയമാവുകയും ഡോക്ടർക്ക് നല്ല ഡീഗ്രേഡിങ് ഉണ്ടാകുകയും ചെയ്തിരുന്നു. ആദ്യം നമുക്ക് ഈ വീഡിയോ ക്ലിപ്പുകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. സോ ഇന്ന് ഒരുപാട് നാളിന് ശേഷം, എനിക്ക് തോന്നുന്നു ഒരു 1.5 വർഷത്തിന് ശേഷം ഇന്നൊരു വ്യക്തിയോട് സംസാരിച്ചു. ബിഗ് ബോസിന് ശേഷം എന്റെ കൂടെ കുറച്ച് നാളുണ്ടായിരുന്ന ഫോർ ദ പീപ്പിൾ എന്ന് പറഞ്ഞൊരു ഗ്യാങ്ങിലുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ആരവ് എന്നാണ് പേര്. ഏറെ നാളുകൾക്ക് ശേഷം, എനിക്ക് തോന്നുന്നു ഒരു 1.5 വർഷത്തിന് ശേഷം എൻ്റെ ഫോണിൽ ഒരു കോൾ വരുന്നു. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ കുറച്ചു നേരം സംസാരിച്ചപ്പോൾ തന്നെ ആദ്യത്തെ ആ ഒരു 2 മിനിറ്റിനകം തന്നെ കാര്യങ്ങളൊക്കെ എനിക്ക് ഏകദേശം മനസ്സിലായി. കാര്യം അപ്പോൾ റോബിൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നിർണായകമായിട്ടുള്ള സംഭവമായിരുന്നു ഛർദ്ദിക്കുന്ന ആ വീഡിയോ ഞാൻ ഇട്ടത്. ശരിക്കും അങ്ങനെ സംഭവിച്ചുള്ളൊരു കേസാണെങ്കിൽ കൂടി എൻ്റെ കയ്യിൽ റോബിൻ്റെ പല വീഡിയോസും പല കാര്യങ്ങളും ഏറെക്കുറെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ കോളൊന്നും റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്ന വ്യക്തിയല്ല, അതുകൊണ്ട് കോൾസും റെക്കോർഡിങ്സും ഒന്നുമില്ലായിരുന്നു. അപ്പോൾ ഈ ഛർദ്ദിക്കുന്ന വീഡിയോ ഏകദേശം 10-12 മാസം വരെ ഇതെൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ സാധനം എന്നെ കൊണ്ട് ഇടിപ്പിച്ചതും ഈ വിവി എന്ന് പറയുന്ന വ്യക്തിയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ സാധനം ഇടണം, ഇത് ഇട്ട് നാട്ടുകാരറിയണം എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ആ വീഡിയോ ഇടിപ്പിച്ച്, ആ വീഡിയോ ഇട്ടിട്ട് പോലും ഞാനത് പ്രൈവറ്റിലിട്ട് വെച്ചിട്ട് ഇതൊരാളെ പേഴ്സണലി അല്ലെങ്കിൽ ബാധിക്കുന്ന കാര്യമാണ്, അയാളുടെ ലൈഫ് സ്പോയിലാക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് അത്രയ്ക്കും പ്രശ്നങ്ങളുള്ള സമയത്ത് പോലും ഞാനത് ഹോൾഡ് ചെയ്ത് വെച്ചു. എന്നിട്ട് പോലും എന്നെ കൊണ്ട് നിർബന്ധിച്ചിട്ട് എൻ്റെ അമ്മ കരഞ്ഞ സമയത്ത് റോബിൻ പറഞ്ഞു വീണ്ടും കരയിപ്പിക്കും, അല്ലെങ്കിൽ എൻ്റെ അച്ഛനെ കുറിച്ച് റോബിൻ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നും പറഞ്ഞ് എന്നെ കുത്തി നോവിപ്പിച്ച് എന്നെ കൊണ്ട് ഫോഴ്സ്ഫുള്ളി ചെയ്ത ഒരു കാര്യമായിരുന്നു ആ ഛർദ്ദിക്കുന്ന വീഡിയോ. അതുപോലെ തന്നെ ഈ ഒരു സംഭവം റോബിൻ്റെ കരിയറിനെ നല്ല രീതിയിൽ ഒന്ന് ബാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും ചെയ്തത് വിവിയുടെ ഒരു ഇതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ വിവി അന്ന് പറഞ്ഞ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, റോബിനെ ചാവി ഞാൻ എടുക്കും, അവൻ്റെ ഇത് നശിപ്പിക്കുക എന്നുള്ള രീതിയിൽ. അത് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ അതിന് ന്യായമുണ്ട്, പക്ഷേ വിവി എന്ന് പറയുന്ന വ്യക്തിക്ക് റോബിനോട് ഉള്ള ദേഷ്യം എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ ഒരു ഛർദ്ദിക്കുന്ന വീഡിയോ തന്നെ പല പ്രശ്നങ്ങൾ വന്നിട്ട് പോലും ഞാൻ പുറത്തു വിടാത്തൊരു കാര്യമായിരുന്നു. പക്ഷേ ഇതെന്നെ കൊണ്ട് ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിച്ചതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ മുറ്റത്ത് കിടന്ന് കരഞ്ഞത് ഓർമ്മയുണ്ടോ, അല്ലെങ്കിൽ അപ്പം വീണ്ടും നോവിപ്പിക്കുമെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ എന്ന് പറഞ്ഞാൽ എന്നെ അത്രത്തോളം ഇത് നോവിപ്പിച്ച് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചൊരു കാര്യമാണ്. ഞാൻ പ്രൈവറ്റിലിട്ട് വെച്ച കാര്യമാണ്. ഇത് വീണ്ടും പറഞ്ഞ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച കാര്യമാണ്. അപ്പോൾ ഈ കാണുന്ന ആരവാണ് അന്ന് ഡോക്ടറെ കുറിച്ച് വളരെ വലിയ വിവാദങ്ങളെല്ലാം പുറത്തു വിട്ടിരുന്നത്. ഇന്ന് ഡോക്ടറോട് ഈ ആരവ് സംസാരിക്കുന്നതും ഡോക്ടർ ആരവിനോട് സംസാരിക്കുന്നതുമായ വീഡിയോ ക്ലിപ്പുകൾ ഞാൻ പുറകാലെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള വിദ്വേഷങ്ങളൊക്കെ തീരട്ടെ, സൗഹൃദങ്ങളൊക്കെ വീണ്ടും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇതിൻ്റെ ഫുൾ വീഡിയോകൾ ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വീണ്ടും അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.